ഹലോ ഫ്രണ്ട്സ്, വരകളും നിറങ്ങളും രൂപങ്ങളും ഒക്കെ ചേർന്നിട്ടാണ് അഡോബ് ഇല്ലുസ്ട്രേറ്ററിലെ ഓരോ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. വരകളും നിറങ്ങളും അവിടെ നിൽക്കട്ടെ, ഇന്ന് നമുക്ക് രൂപങ്ങളെ കുറിച്ച് പഠിച്ചാലോ, അതായത് ഷേപ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ഷേപ്സ് നോക്കിയിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ വീഡിയോ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത ആൾക്കാർ ആ വീഡിയോ ആദ്യം നോക്കിയിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കാർട്ടിൽ കൊടുക്കുന്നുണ്ട്, എല്ലാവരും പോയി കാണാം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് എല്ലിപ്സ് ടൂളാണ്. എല്ലിപ്സ് ടൂളിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ നമുക്ക് ഓവല് അതേപോലെ സർക്കിളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എല്ലിപ്സ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള റൗണ്ടായിട്ടുള്ള സർക്കിൾ കിട്ടണമെങ്കിൽ നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ സർക്കിളും കറക്റ്റ് റേഡിയസിൽ തന്നെ വരയ്ക്കാൻ വേണ്ടി സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇതേപോലെ ഇങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും മാറുന്നുണ്ടാവാം. പിന്നെ അടുത്തത് വരുന്നത് പോളിഗൺ ടൂളാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സൈഡുകളുള്ള ഒരു ഷേപ്പിനെയാണ് പോളിഗൺ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡും നമുക്ക് എത്ര വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ റേഡിയസ് ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ 5 സൈഡുള്ള ഒരു പോളിഗണാണ് വരച്ചത്. നമുക്ക് 3 സൈഡ് മുതൽ, അതായത് ട്രയാങ്കിൾ മുതൽ എത്ര സൈഡ് വേണമെങ്കിലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പോളിഗൺ വരയ്ക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് വരുന്നത് സ്റ്റാർ ടൂളാണ്. സ്റ്റാർ ടൂള് വരച്ചിട്ടുണ്ട്. സ്റ്റാർ ടൂളും ഇതിൻ്റെ നമ്പർ ഓഫ് കോർണേഴ്സ് ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ റേഡിയസ് 1ഉം റേഡിയസ് 2ഉം ഉണ്ട്. റേഡിയസ് 1 എന്ന് പറഞ്ഞാൽ സെൻറ്റർ മുതൽ ഈ അറ്റം വരെയുള്ള ഒരു റേഡിയസിനെയാണ് റേഡിയസ് 1 എന്ന് പറയുന്നത്. റേഡിയസ് 2 എന്ന് പറഞ്ഞാൽ ഈ അറ്റം മുതൽ, അതായത് സെൻറ്റർ മുതൽ ഈ അറ്റം വരെയുള്ള ആ ഒരു മെഷർമെൻറ്റിനെ അതിനെയാണ് റേഡിയസ് 2 എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഞാനിപ്പം ഒരു 75 ആക്കി കൊടുത്തു. പിന്നെ ഇതിൻ്റെ കോർണേഴ്സ് പോയിൻറ്റ്സ് അത് 10 ആണുള്ളത്, അത് ഞാനൊരു 5 ആക്കി കൊടുത്തു. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇത് ഈ റേഡിയസ് കൂടിയിട്ടാണുള്ളത്, ഈ റേഡിയസ് ഇതേപോലെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി വരുന്നത് ഫ്ലെയർ ടൂളാണ്. ഫ്ലെയർ ടൂൾ നമ്മളധികം ഇല്ലുസ്ട്രേറ്ററിൽ യൂസ് ചെയ്യാറില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഫ്ലെയർ ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ സണ്ണിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ഇതൊക്കെ കൊടുക്കൂലേ, ഒരു എഫക്റ്റൊക്കെ കൊടുക്കൂലേ, അതായിരിക്കാം ഫ്ലെയർ ടൂൾ യൂസ് ചെയ്യുന്നുണ്ടാവും. എഫക്റ്റ് കൊടുക്കാനാണ് ഫ്ലെയർ ടൂൾ യൂസ് ചെയ്യുന്നതെന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വരക്കുന്ന എല്ലാ ഷേപ്സും നമുക്ക് ഈ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് കോർണറിലുള്ള ഡോട്ട്സ് ഒക്കെ, അതായത് ഇതൊക്കെ പിടിച്ചിട്ട് നമുക്കതിൻ്റെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ ഈ സൈസ്, ഒന്നുകിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ഇവിടെ കോർണറിൽ തന്നെ കാണിക്കുന്നുണ്ടാവും. എത്രയാണ് അതിൻ്റെ വിഡ്ത്ത്, ഇത്രയാണ് അതിൻ്റെ ഹൈറ്റ് എന്നൊക്കെ ഇവിടെ സൈഡിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ കുറച്ച് ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വെക്കുമ്പം ഇതേപോലെയുള്ള ഒരു ആരോ ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ വേണമെങ്കിൽ, ഇപ്പോൾ ഇത് സർക്കിൾ ആയതുകൊണ്ടാണ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാത്തത്. ഈ സ്റ്റാർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഇങ്ങനെ മാറ്റി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാ ഷേപ്സും ഇടയ്ക്കിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ട. അതിന് പകരം ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ആരോ മാർക്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ തന്നെ എല്ലാ ഷേപ്സും കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊടുക്കുക, ഇങ്ങനെ വരക്കുക, ഇത് കൊടുക്കുക, ഇങ്ങനെ വരക്കുക, അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നോക്കേണ്ടി വരും. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇവിടെ ക്ലോസ് ബട്ടൺ ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. നമ്മൾ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത് പഠിച്ചു. സെലക്ഷൻ ടൂളിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞത് V ആണ്. അതിന് പഠിക്കുന്നത് ഡയറക്റ്റ് സെലക്ഷൻ ടൂളാണ്. ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഷേപ്പ് പോയിൻറ്റ്സ് വരും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്കതിൻ്റെ ഷേപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ മാറ്റാൻ വേണ്ടി പറ്റും. ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കറിയാം, നമ്മൾ കൺട്രോൾ കീ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് നമ്മളിതേപോലെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ ഷേപ്പുകൾ ആയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് മാറ്റുന്നത്. നമുക്കൊരു റൗണ്ട് റെക്റ്റാങ്കിൾ ടൂൾ വരച്ചിട്ട് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് നമുക്ക് നോക്കാം.
അപ്പോൾ ഇവിടെ ഇങ്ങനെ ആങ്കർ പോയിൻറ്റ്സ് ഉണ്ടാവും. ഈ ആങ്കർ പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഷേപ്പുകളായിട്ട് ഇവിടുന്ന് മാറ്റാൻ സാധിക്കും. അതാണ് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും ഇത് ഇങ്ങനെ ഈ ആങ്കർ പോയിൻറ്റ്സ് കൊണ്ട് മൂവ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. ഇനി എനിക്ക് ഈ ഒരു സൈഡ് ഞാനിപ്പോൾ വലിച്ചു നീട്ടി ഈ ഒരു സൈഡ് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ക്ലിക്ക് ചെയ്താൽ ആ സൈഡ് പോകും. ഇനി ഞാൻ ഈ സൈഡാണ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യാം, അപ്പോൾ അത് ഡിലീറ്റ് ആയിക്കോളും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഗ്രൂപ്പ് സെലക്ഷൻ ടൂളാണ്. ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ പറയുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് ഇത് ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പം ഗ്രൂപ്പ്ഡ് ആയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ ഞാൻ എവിടെ തൊട്ട് വലിച്ചു കഴിഞ്ഞാലും അത് ഗ്രൂപ്പായിട്ട് മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഗ്രൂപ്പായിട്ടുള്ള ഒരു ഷേപ്പുകളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഷേപ്പ് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് സെലക്ഷൻ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം ഗ്രൂപ്പ് ചെയ്തതിൽ നിന്ന് ഇത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അത് മാറ്റി. ഇനിയിപ്പം ഇത് നമ്മൾ സെലക്ഷൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്താണ് ഗ്രൂപ്പായിട്ട് തന്നെ വരും. ഗ്രൂപ്പ് പോയിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രാഗ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്തിട്ട് Ctrl+G അടിച്ചു കഴിഞ്ഞാലും അതെന്തായി, ഗ്രൂപ്പായി മാറി. വീഡിയോ എത്ര പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്, അതുപോലെ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ സംശയങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോയിൽ അഡോബ് ഇല്ലുസ്ട്രേറ്ററിൻ്റെ മറ്റൊരു പുതിയ ലെസണുമായിട്ട് വരാം. അതുവരേക്കും ബൈ. ദിസ് ഇസ് മിറഫീന സൈനിങ് ഔട്ട്.